മണ്ഡലം സെക്രട്ടറി സലാം, പ്രിയപ്പെട്ട കുഞ്ഞാപ്പുവാജി, പ്രിയപ്പെട്ട ഷൗക്കത്ത്, അബ്ബാസ്, പ്രിയപ്പെട്ട KMCCയുടെ നേതാക്കന്മാർ, പ്രിയപ്പെട്ട ഫൈസി, ഞാൻ നല്ല സമയത്താണ് പോകുന്നത്. എൻ്റെ മോളെ കല്യാണ നിശ്ചയമാണ് 2 ദിവസം കഴിഞ്ഞ്. അപ്പോൾ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി മഞ്ചേരിക്ക് വരാം. മഞ്ചേരി പോകുമ്പോൾ സാധാരണ ഭാര്യ പറഞ്ഞു ഈ KMC ലീഗും പരിപാടിയും പഞ്ചായത്തൊക്കെ ഒഴിവാക്കിയിട്ട് ഇന്ന് നിങ്ങൾ പോരി പറഞ്ഞപ്പോൾ അമിത് മാഷ് വിളിച്ചോണ്ട് ചോദിക്കുക അവരുടെ കാർഗഭാഗത്ത് പോകേണ്ടത് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ മഞ്ചേരിയിൽ ഡ്രസ്സ് വേണം കുട്ടികൾ വൈക്കോളജികൾ പോകാന്ന് പറഞ്ഞാൽ അവിടുന്ന് കാറാമുട്ടികൾ വരാൻ വേണ്ടി ഞാൻ പൂക്കോട്ട് കൊണ്ടിട്ട് അവിടെ എത്തിപ്പെടുന്നത്. നേരത്തെ പൈസ എന്നോട് വിളിച്ച് പറയുന്നത് ഇങ്ങനെ പരിപാടിക്ക് വരുന്നുണ്ട്. ഇങ്ങനെ ഒരു സംഭവം കേട്ടപ്പോൾ ഞാൻ പൈസയോട് അന്ന് പറഞ്ഞു, നാണി എന്റെ വാർഡുകാരനാണ്, എന്റെ പഞ്ചായത്തുകാരനാണ്. ഇപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു ഇത് ഈ വരവും പോക്കും നല്ലോണം നടക്കുന്നുണ്ട്. വേറൊരു കുട്ടികളുടെ കാര്യം പറയുമ്പോ കല്യാണത്തിന് ഇഷ്ടംപോലെ ആളാവും, പക്ഷെ കമ്പിക്കൽ പൈസ തരാറന്മാരെ ആളും പറഞ്ഞു നല്ല ചോറ് ആളെ പേര് ഞാൻ പറയുന്നില്ല, അങ്ങനെ കുടുംബത്തിൽ പറഞ്ഞാൽ മസല്ലേ. അപ്പൊ എന്തായിരുന്നാലും അതുപോലെ ആളുകൾ ഇഷ്ടംപോലെ വരും, പക്ഷെ കമ്പിക്കൽ പൈസ ഉണ്ടാവില്ല. അങ്ങനെ ഒരു അവസ്ഥ വരും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ജില്ലാ സെക്രട്ടറിനെ കണ്ടുകാട്ട് നമുക്കൊന്ന് ക്രോഡീകരിച്ചിട്ട് അതിനൊന്ന് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം എന്ന് പറഞ്ഞാണ്. അത് കഴിഞ്ഞപ്പോ പിന്നെ കണ്ടത് കൊണ്ടുപോകാൻ എല്ലാവരും അങ്ങോട്ട് ഇങ്ങോട്ട്. അപ്പൊ പിന്നെ വിട്ടല്ലോ, അപ്പൊ സംഗതി കഴിച്ചില്ലായി. കഴിച്ചാൽ പിന്നെ ഒരു കുഞ്ഞുമാനെ കാക്കിയ രഹസ്യമായി വിളിച്ചോന്ന് പറഞ്ഞു ഞാൻ ജുമാനെ ഉമ്രക്ക് കൊണ്ടുകൊണ്ടുവരണം. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ പ്ലെയിനിന് പോണ ആളെങ്ങനെ ഇനിയിപ്പോ പ്രത്യേക ഉമ്രക്ക് കൊണ്ടുവരണോ, നമുക്ക് വേണ്ട പൈസയാണ് എന്റെ ഭാഷയിൽ ഞാൻ സംസാരിച്ചിട്ടോ. അപ്പൊ എന്നോട് അതും കിട്ടുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞാല് ഇത്രയും ഒരു കാര്യമാണ്. CH കണ്ട സ്വപ്നം എത്ര ഒന്നും ഇല്ലായിരുന്നു, ഇതിൽ ഇത്രയൊക്കെ ചെറുതായിരുന്നു. പക്ഷെ CH കണ്ട സ്വപ്നത്തിന്റെ അപ്പുറത്തേക്ക് നമ്മുടെ മക്കൾ എത്തി. അപ്പൊ ഇവിടെ എല്ലാവരും ഉണ്ട്, KMCC ഒക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ എനിക്ക് ബഹുമാനപ്പെട്ട ജില്ലാ സെക്രട്ടറിനോട് പറയാനുള്ളത് വെച്ചാല് ഇത് നമ്മളെ ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ എന്ന് പറഞ്ഞാൽ ജില്ലാ സെക്രട്ടറി ഇപ്പൊ ഇന്ന് പറഞ്ഞാൽ ഇത്ര ഉറുപ്പ്യ വേണമെന്ന് പറഞ്ഞാൽ രാത്രി 12 ആകുമ്പോൾ പൈസ അക്കൗണ്ടിൽ എത്തും. അത് വേറൊരു സംഗതിയാണ്. കാരണം ജനസ്വാധീനമുള്ള ജില്ലാ സെക്രട്ടറിയാണ്, സാധാരണക്കാരനല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് KMCC ആയാലും ഉംറ കഴിഞ്ഞ് വന്നിട്ട് ഉടനെ ഒരു മീറ്റിംഗ് കൂടിയിട്ട്, വലിയ മീറ്റിംഗ് അല്ലാത്ത കൂടിയിട്ട് ഇതുമായി ബന്ധപ്പെട്ട് എത്ര കാശാണ് ആവശ്യം വെച്ചാൽ നമ്മൾ സാധാരണ ഏതൊരു വിഷയത്തിന് വേണ്ടിയിലാണെങ്കിലും നമുക്ക് ടാർജറ്റ് ഉണ്ടാവും. ആ ടാർജറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ബന്ധപ്പെട്ട് സംസാരിക്കും. അതിന്റെ ഭാഗമായിട്ട് ഒരു ഭാഗമാകാൻ ഞാനും എന്റെ മഹായിൽ KMCC തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മഹായിൽ അല്ലെങ്കിലും ഇപ്പൊ താവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിലും മഹായിലെ എല്ലാ കാര്യങ്ങളിലും ഞാൻ ഇടപെടുന്ന ആളുകൾക്കും പ്രത്യേകിച്ച് അമിത് മാഷി പറഞ്ഞ ഒരു സംഗതി പറഞ്ഞാൽ സാധിക്കുമ്പോൾ സംഗതി പറഞ്ഞാൽ കേൾക്കാത്തൊരു KMCC അല്ല ഞങ്ങൾ KMCC. അപ്പൊ അതുകൊണ്ട് മൊമെന്റോ നോക്കിയിട്ട് ഇഷ്ടംപോലെ തൂക്കി വിട്ടാൽ മാത്രമല്ല സാധനം ഇവിടെ ഉണ്ട്. പക്ഷെ അതുകൊണ്ടൊക്കെ നമ്മുടെ കാര്യങ്ങൾ നടക്കില്ല, എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്. അപ്പൊ നമ്മുടെ കാര്യങ്ങള് പ്രാർത്ഥനയും യാത്രയപ്പും അതിനൊപ്പം തന്നെ ഇങ്ങനെ ചിന്തിക്കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇതല്ല, ഇതൊക്കെ റെഡി ആയില്ലെങ്കിലോ അതിന്റെ ഒന്നും ആവശ്യമില്ലാണോ. ഈ റെഡി ആയിട്ടില്ലെങ്കിൽ അത് എന്തായിരുന്നാലും പ്രിയപ്പെട്ട അമിത് മാഷി നമ്മുടെ ജില്ലാ സെക്രട്ടറിയിലൊക്കെ അദ്ദേഹത്തോടെ പറയാനുള്ളത് താഴത്ത് ലക്ഷക്കണക്കിന് വരാൻ ആളുകളുണ്ടെങ്കിൽ പോലും അത് സംസാരിക്കാൻ പ്രാപ്തിയും കഴിവും ഒരു ലൈനുമില്ല ആളുകൾക്ക് ബഹുമാനപ്പെട്ട അമിത് മാഷിനോട് തൊട്ടടുത്ത പഞ്ചായത്ത് കാവൽക്കാരൻ കേൾക്കും. DC അബ്ദുറഹ്മാൻ സാഹിബ് നല്ലൊരു പുരസ്കാരമൊക്കെ വാങ്ങിക്കുന്ന നേരം ഇവിടെ ഇല്ലാത്തത് കൊണ്ടും ഞാനിങ്ങനെ വന്നാണ് DC ആ വേണ്ടി സുഖത്തായി പിന്നെ മറയുകാരെ കൃത്യം നോക്കാൻ വേണ്ടി പോലും വന്നിക്കണേ ഞാൻ പറഞ്ഞോ. അപ്പൊ എല്ലാ നിരക്കും സന്തോഷം. എന്തായിരുന്നാലും ജുമാനക്ക് ബാക്കി സാധാരണ നമ്മൾ പഠിപ്പിന് വേണ്ടി ചെയ്യാതെ ബുക്ക് സ്ലേറ്റ് വാങ്ങിയാൽ മതി. അതല്ലെങ്കിൽ ഒരു MBBS-നാണെങ്കിൽ ഒരു 10 ലക്ഷം. ഇത് വേറൊരു തരത്തിലായതുകൊണ്ട് എന്തായാലും പ്രിയപ്പെട്ട അമിത് മാഷ് അതിന് വേണ്ട നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട ആളുകൾക്ക് കൊടുക്കണമെന്ന് അറിയിച്ചുകൊണ്ട് എല്ലാ നിലക്കുള്ള യാത്രയാക്കും പൈസ നിലക്ക് എനിക്ക് ബസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഉമ്രക്ക് പലപ്പോഴും പോയ ആളുകളാണ് KMCC-ക്കാരെന്ന് പറഞ്ഞാൽ കുഞ്ഞുമാൻ കാട്ടിയ നിങ്ങളെ കാത്തിരിക്കുകയാണ്. മറ്റ് സംഘാടകരൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നല്ല നിലക്ക് ഉമ്ര ചെയ്ത് തിരിച്ചെത്താനും അതോടൊപ്പം തന്നെ ബാക്കി മുന്നോട്ട് പഠിപ്പുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകും. അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകട്ടെ പ്രാർത്ഥിച്ചുകൊണ്ടാണ്. ഒപ്പം തന്നെ KMCC-യുടെ നേതാക്കള് എന്നെ പോലെ ഒരു പ്രവാസിയായി KMCC-യുടെ നേതാവായി, എന്നെ പോലെ നേതാവല്ല, ഞാൻ പ്രവർത്തകനാണ്, നേതാവായിക്കൊണ്ട് ഇവിടെ പ്രവർത്തിച്ച ഉസ്മാൻ സാഹിബ് നമ്മളുടെ ഒരു ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ട് അതിന്റെ ഇടയിലൊന്നും ചെറിയ ദിവസം പോലും മാറി നിൽക്കാൻ സമ്മതിക്കാതെ നാട്ടുകാർ വീണ്ടും പ്രസിഡന്റാക്കി മാറ്റിയിട്ടില്ല ഉസ്മാൻ സാഹിബ്. അതേപോലെ തന്നെ ഡോക്ടർ സൽമാനി, അതേപോലെ തന്നെ പ്രിൻസിപ്പലാണ് ഞാൻ. അവിടെയാണ് ജുമാന 8 മുതൽ 12 വരെ 5 വർഷവും പഠിച്ചതാണ്. അതിൽ വളരെയധികം അഭിമാനമുണ്ട്. ഇതാദ്യം അറിയുമ്പോൾ യഥാർത്ഥത്തിൽ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. ഏറ്റവും ആദ്യം ഒരു സ്വീകരണം ഒരുക്കിയത് ഞങ്ങൾ തന്നെയാണ്. സ്കൂളിലേക്കാണ് ഏറ്റവും ആദ്യം സ്വീകരണം ഒരുക്കിയത്. എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എത്താൻ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്, എത്രയും പെട്ടെന്ന് അത് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ AS അബൂബക്കർ സിദ്ദീഖ് ഞങ്ങളുടെ സ്റ്റുഡൻ്റാണ്. അദ്ദേഹം ജാർഖണ്ഡിലേക്ക് ആ സമയം ഞങ്ങൾ വിളിച്ചിരുന്നു, ഞങ്ങൾ 2-3 പേരെ.
ഒന്നാമത് ഈ വർഷം ഞാൻ റിട്ടയർ ചെയ്യുന്നതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടത്തേക്ക് വിളിച്ച് അവിടെ ഞങ്ങൾ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവം നടന്നത്. വളരെ പെട്ടെന്ന് സ്കൂളിലേക്ക് വിളിച്ചത്. എന്തായാലും വളരെയധികം അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണിത്. എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ കുടുംബം എന്ന് പറഞ്ഞാൽ സ്കൂളും അതുപോലെ വിദ്യാഭ്യാസവും അധ്യാപകരൊക്കെ ആയിട്ട് വളരെ അടുത്ത് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് ഏറ്റവും ഈ കൂട്ടത്തിലേക്ക് എന്നെയും കൂടെ ക്ഷണിച്ചത്. അധ്യാപകർ എന്നുള്ള രൂപത്തിൽ എന്നെ മാത്രം ക്ഷണിച്ചിട്ടുള്ളൂ തോന്നുന്നു. എന്തായാലും ആ ഒരു ബന്ധമാണ് ഇത്. വളരെയധികം സന്തോഷവും അഭിമാനമുള്ള മുഹൂർത്തമാണ്. കൂടുതൽ പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിൽ പറഞ്ഞ് വേഗം നിർത്തുന്നത്. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഞങ്ങൾക്കൊക്കെ വേണ്ടി ഉണ്ടായി ഞങ്ങൾക്ക് അധികം സന്തോഷമുണ്ട്. ഈ നേരത്തെ തന്നെ ഇവർ പോകുന്നതിന് മുമ്പ് ഞാനൊരു സംസാരിച്ചിരുന്നു. വന്നാൽ ഇങ്ങനെ ഞാൻ അന്ന് ഇവിടെ എല്ലാവരും ഇവിടെ നിന്ന് സംസാരിക്കുകയാണ്. വളരെ സന്തോഷം ഞങ്ങളെ കാര്യത്ത്. നേരത്തെ നമുക്ക് IAS ഇവിടെ തന്നെ അടുത്ത് കിട്ടിക്കഴിഞ്ഞു ഈ പഞ്ചായത്തിന്. അങ്ങനെ ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇനിയും തുടർന്ന് നല്ല നല്ല കുട്ടികൾ ഉണ്ടായി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. കൂടെ വന്നതാണ്. അത്താണിക്കലാണ് ഞാൻ പഠിച്ചത്. ഞങ്ങൾ മദ്രസയിൽ 10ാം ക്ലാസ് വരെ പഠിച്ചു. അവിടുന്ന് സാഹിത്യസമായിട്ട് പങ്കെടുത്ത് അവിടെ പാട്ടുപാടി പ്രസംഗിച്ചൊക്കെ ഞങ്ങൾ വീട്ടിൽ വന്നതാണ്. ഉമ്മാൻ്റെ വീട് അവിടെ, എൻ്റെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ കുഞ്ഞുവിൻ്റെ മകനാന്ന് മാടാന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷമുണ്ട്. ഞങ്ങൾ വിളിച്ചു, ബന്ധപ്പെട്ടു. കാരണം പലരും പറയുന്നത് പോലെ ഒരു ഉസ്താദ് അല്ലെങ്കിൽ ഒരു മുസ്ലിയാരെ അങ്ങനെ ഒരു പഠനത്തിന് വേണ്ടി കുട്ടികളെ അയച്ചു എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതമാണ്. അതൊരു വെല്ലുവിളി നേരിടുകയാണ്. ഇത്രയും വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നതാണെന്ന് അറിയാം. ഇങ്ങനത്തെ ഒരു പഠനത്തിനാണ് പോകുന്നത് അറിയാം. ആ വെല്ലുവിളി സ്വീകരിച്ച ആളാണ് നമ്മുടെ മുസ്ലിയാർ. അങ്ങനെ വെല്ലുവിളി സ്വീകരിച്ച് കുട്ടിയെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവന്നാണ് ഏറ്റവും ആദ്യം ഞാൻ പറയണം. ആദ്യം ആദരിക്കുന്നതും ആപ്പാനും അങ്ങനത്തെ വിദ്യാഭ്യാസം കിട്ടും. അത് അള്ളാഹുവിന് അനുഗ്രഹം ഉണ്ടാകണം. അതാ ഓരോ ഇപ്പോൾ മുമ്പേക്ക് പോകാൻ അവസരം ഉണ്ടായി. മുമ്പേക്ക് പോകാൻ പല ചിലപ്പോൾ അവസരം ഉണ്ടാവും. യുമാനയിലൂടെ അങ്ങനെ അവസരം ഉണ്ടാകും. മുമ്പേക്ക് ചെറിയ സംഗതിയില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കുകൾ സലാം ചൊല്ലുമെന്ന് പറഞ്ഞ് ഒരുപാട് കൂട്ടുകൾ. ആ കൂട്ടത്തിൽ ഷെയ്ക്കേൻ്റെ ചെയ്തിട്ട് മലക്കുകൾ കൈ പിടിച്ച് സലാം ചൊല്ലുമെന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ട്. അതാ തവാഫ് പൂർത്തിയാക്കുന്ന ആൾക്കാർ. അത് ഭാഗ്യം കിട്ടുന്ന ആൾക്കാർ. അതങ്ങനെ അപൂർവം നമ്മൾ സമ്പത്തിന്റെ വിചാരിച്ച്, ആരോഗ്യന്റെ വിചാരിച്ച്, സമയം വിചാരിച്ച് കിട്ടുന്ന സംഗതിയില്ല. അത് അവരുടെ അനുഗ്രഹം തന്നെ വേണം. അത് പുതിയ വേണം. അത് പല മാർഗത്തിലൂടെ ഉണ്ടാവും. ആ ഒരു മാർഗം ഹിമാലയയുടെ ആ കുടുംബത്തിന് കിട്ടിയത് പങ്കെടുത്തവരാണ് നമ്മളൊക്കെ. അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായി ഇത്രമേൽ സന്തോഷമുള്ള ഒരു പരിപാടിയിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പങ്കെടുക്കുകയാണ്. പ്രിയപ്പെട്ട ജുമാനമോള് ഇങ്ങനെ ഒരു പൈലറ്റ് ആകാൻ പോകുന്നു. അതിൻ്റെ ആദ്യ വിവരം നമ്മൾ സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞ സമയത്ത് തന്നെ ഞാൻ സൗദിയിലായിരുന്നു. സത്യം പറഞ്ഞാൽ അടക്കാൻ കഴിയാത്ത സന്തോഷം. ആ സന്തോഷത്തിൽ അത് ഒരു നമുക്ക് വാക്കുകളിലൂടെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഉടനെ ഞാൻ നമ്മളെ ഉസ്താദിനെ വിളിച്ച് എൻ്റെ സന്തോഷം പങ്കുവെച്ച് മകളെയും വിളിച്ച് ഞാൻ എൻ്റെ സന്തോഷത്തിന് കണ്ണുനീരാണ് കരഞ്ഞുപോയി ഞാൻ സന്തോഷം കൊണ്ട്. കാരണം നമ്മുടെയൊക്കെ മക്കൾ നല്ല രീതിയിൽ വളർന്നു വരുന്നത് അത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം. ഞാൻ ഇവിടെ ഉസ്മാൻ തന്നെ CH കണ്ട സ്വപ്നം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ മക്കളൊക്കെ ഒരുപാട് വളർന്നു കഴിഞ്ഞു. നാളെ പലവരോടും ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഫൈസിൽ തന്നെ എടുക്കുക, ജുമാനിന്റെ ഉപ്പ, ജുമാനിന്റെ ഉമ്മ എന്നൊക്കെയാണ് ഇനി ആളുകൾ പറയാം. ഇത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഭിമാനമാണ്. ഞാൻ ഒരുപാട് ദീർഘിപ്പിച്ചെന്ന് പറയുന്നില്ല. ഇപ്പോൾ വളരെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഞങ്ങളുടെ MLA എന്ന് പറഞ്ഞൊക്കെ ആണെങ്കിൽ അങ്ങനെ പറയുമ്പോൾ ഇരുത്തി പറയാൻ പാടില്ല എന്നാണ് എന്തായാലും പറഞ്ഞു. ഞങ്ങൾക്കൊരു MLA, അതിനപ്പുറം ഞങ്ങൾക്കൊരു കൂടപ്പിറപ്പാണ്. ഞങ്ങൾ ഏത് സമയത്തും ഞങ്ങളുടെ ഏത് പ്രശ്നങ്ങൾക്കും വിളിച്ചാലും ആ വെളിപ്പുറത്ത് പ്രിയപ്പെട്ട MLA ഉണ്ടാകാറുണ്ട്. ഞങ്ങളുടെ മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മണ്ഡലത്തിലെ ഓരോ കുട്ടികളുടെയും പേരെടുത്ത് വിളിക്കാനുള്ള പരിചയം MLAക്കുണ്ട്. ആ ഒരു ബന്ധം ഇൻഷാ അല്ലാഹ് മരണം വരെ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഇപ്പൊ ജില്ലാ സംസാരിച്ചു കഴിഞ്ഞു. നമ്മൾക്കറിയാം ജുമാനയുടെ ഈ ഒരു സന്തോഷത്തിൽ നമ്മളൊക്കെ ഞങ്ങളെ കൂടെ വരുന്നത് MLA തന്നെയാണ്.
അതുപോലെ ചിലമ്പയിൽ ഒരു CS സെന്റർ വരുന്നുണ്ട്. ഏകദേശം 16,000 സ്ക്വയർ ഫീറ്റിൽ 3 ഫ്ലോറിൽ ഒരു CS സെന്റർ വരുന്നുണ്ട്. അപ്പൊ അതിന് ഒരു സാമ്പത്തികം എന്നുള്ള എനിക്ക് ഞങ്ങള് പ്രവാസ ലോകത്ത് പോയ സമയത്ത് ഒരു കാലത്തും പ്രവാസ ലോകത്തേക്ക് വരില്ല, പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ MLA ഞങ്ങൾ കൂടെ ഒന്ന് നിർബന്ധിയ സാഹചര്യം, അതുപോലെ തന്നെ MLAക്കുള്ള പ്രത്യേക താല്പര്യം, പാസ്പോർട്ട് ഞങ്ങൾ തന്നെ വീട്ടിൽ പോയിട്ട് എടുത്ത് വിസ അടിച്ചിട്ട് കൊണ്ടുപോയതാണ്. എൻ്റെ ഈ ഉംറയ്ക്ക് യാത്ര അയക്കാൻ വന്ന ഈ ഒരു പരിപാടിയിൽ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ കുറേ നേതാക്കന്മാര് കുറേ പരിപാടിയായിട്ട് വന്നിട്ടില്ല, എന്നാലും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. വളരെയധികം സന്തോഷം. എൻ്റെ ഈ വീട് കാണാൻ വന്ന എല്ലാവർക്കും, ഞങ്ങളെ യാത്ര അയക്കാൻ വന്ന എല്ലാ നേതാക്കന്മാർക്കും, എൻ്റെ പ്രിൻസിപ്പളിനും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. യാത്ര സുഖകരമാവട്ടെ. പഠിച്ച റബ്ബ് തൗഫീക്ക് നൽകട്ടെ.